ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ആവി പറക്കുന്ന ബിരിയാണിയാണ് കേട്ടോ, അതും വീട്ടിലുണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ ഇന്നത് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, കുറച്ചൊരു ഫുഡ് വ്ളോഗ് ആകാമെന്ന് വിചാരിച്ചു. ആവി പറക്കുന്ന ബിരിയാണി എന്ന് ഞാൻ വെറുതെ അല്ല കേട്ടോ പറഞ്ഞത്, കണ്ടില്ലേ അതെന്ന് ആവി പറന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ബസ്മതി റൈസിൽ വെച്ച നല്ല ബിരിയാണിയാണ് കേട്ടോ. ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ചിക്കൻ കറി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ കറി അതിലോട്ട് ബിരിയാണിയിലൂടെ ഇട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത നല്ല ചൂടുള്ള ആവി പറക്കുന്ന ബസ്മതി റൈസ് ബിരിയാണിയാണ് കേട്ടോ. ആദ്യം എന്തായാലും നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആൾറെഡി അത് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതെല്ലാം കൂടെ കുറച്ച് ഫുള്ളി ആയിട്ട് അത് കുഴച്ചെടുക്കുമ്പോഴേ നമുക്ക് അത് എന്താ പറയുക, ആ ഒരു കറിയും ആ ഒരു ചിക്കനും എല്ലാം കൂടെ റൈസും കൂടെ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ. അപ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇത് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്ലേറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട് സാധനം. എന്തായാലും നല്ല ചൂടാണ്. ചൂട് ബിരിയാണി നമുക്ക് കഴിക്കാൻ അത്രയും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് പ്രത്യേകിച്ചും ബിരിയാണി ആണെങ്കിൽ അത് ചൂടത്തിൻ്റെ കഴിക്കാൻ ശ്രമിക്കുക. അത് അത്രയും നമുക്കൊരു വായ്ക്ക് നല്ല ടേസ്റ്റും തരും. പിന്നെ അത് ചിക്കൻ അതിൽ പിടിക്കുന്ന ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ ചൂടത്ത് കഴിക്കുമ്പോൾ. സോ ഇതാണ് ഇന്നത്തെ ബിരിയാണി, അതും ബസ്മതി റൈസിൻ്റെ ബിരിയാണിയാണ്. സോ ഇന്നൊരു സൺഡേ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, ഹോം മെയ്ഡായിട്ടുള്ള കഴിക്കുക, പുറത്തുനിന്ന് ആഹാരം കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ റൈത്ത ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ തൈരും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തൊരു ഒരു ഒരു റൈത്ത. അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്യുക. അതിലോട്ട് ആഡ് ചെയ്തിട്ട് പപ്പടം കൂടെ എന്തായാലും ആവശ്യമുള്ളൊരു കാര്യമാണ്. പപ്പടം അതുകൊണ്ട് ഉണ്ടെങ്കിൽ പപ്പടവും റൈത്തയും കൂടെ ഇട്ട് കുഴച്ച് വേണം കഴിക്കാൻ. സോ ഇതാണ് ഗൈസ് ഇന്നത്തെ ഒരു ബസ്മതി റൈസ് ആവി പറക്കുന്ന ബിരിയാണി. സോ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാൻ നല്ല എന്തായാലും പപ്പടം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ പപ്പടവും ഈ ഒരു സലാഡും ഈ ഒരു റൈസും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് എൻ്റെ കയ്യിരിക്കുന്നത്. സോ അത് ആദ്യം ഇങ്ങനെ എടുക്കുക, അങ്ങ് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ എക്സ്പ്രഷൻസ് മാറുന്നത് കണ്ടില്ല, അത്രയും വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അത് ഈ ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസും എല്ലാം കൂടെ ആഡ് ചെയ്തതാണല്ലോ, അപ്പോൾ അത്രയും ടേസ്റ്റിയാണല്ലോ. അതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. കാർബ്സ് കൂടുതലാണെന്നേ ഉള്ളൂ. അത് വല്ലപ്പോഴും കഴിക്കണമെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇതാണ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.